ഒരു 3-4 ദിവസമായി കുറേ കാര്യങ്ങളുടെയൊക്കെ പുറകിലായിരുന്നു ഗൈസ്. അതിൻ്റെ കൂടെ തന്നെ കേരള വിഷനും എല്ലാം ചതിച്ച് ഗൈസ്. എല്ലാവർക്കും വെൽക്കം ദ സ്ട്രീം, എല്ലാവർക്കും വെൽക്കം ബാക്ക് 3K വാച്ചിങ് ദ സ്ട്രീം ഗൈസ്. എല്ലാവർക്കും വെൽക്കം ദ സ്ട്രീം, എല്ലാവർക്കും ഹലോ 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 ഹലോ. കൊണ വേണ്ടെന്നോ? അതെന്തിന് വർത്താനോ അത്? ജർമ്മൻ ജോഡോ? കൊണ വേണ്ടെന്നവൻ കൊണ പറഞ്ഞിട്ട് തുടങ്ങുന്നുള്ളൂ ഗൈസ്. എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം, എല്ലാവർക്കും വെൽക്കം ഗൈസ്. എല്ലാവർക്കും ഹലോ ഹലോ ഹലോ. ഇന്ന് നമുക്ക് കുറ്റം പറയാൻ ആരും ഇല്ല. ഇല്ലാത്തതുകൊണ്ട് ഞാനങ്ങ് ലൈവ് വന്നതാണ്, മനസ്സിലായോ? 2 ദിവസം കേരള വിഷൻ്റെ തലക്കടിച്ച് ഗൈസ്. എല്ലാവർക്കും വെൽക്കം. ഹായ് റെഗുലർ സ്ട്രീമർ, ഹായ് ബ്രോ, ഹായ് 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 ഹായ്. എല്ലാവർക്കും ഹായ് ഗൈസ്, എല്ലാവർക്കും ഹലോ, എല്ലാവർക്കും ഹലോ. ചേട്ടായി കുട്ടിപ്പൈ മോളെ, വെൽക്കം ടു സ്ട്രീം. എമ്പുരാൻ കണ്ടു കേട്ടാ. എന്റെ പൊന്നോ, എന്ത് കിടിലും. ഇതാണോടാ അങ്ങേര് പറഞ്ഞ ചെറിയ സാധനം ഗൈസ്. ലൈക്ക് അടിക്കാം. അതെ 3.7K വാച്ച് ചെയ്തിട്ട് 1.9K ലൈക്കേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് അടിക്കേ. എടാ അത് എന്ത് സാധനം ഉണ്ടാക്കി വെച്ചിരിക്കണല്ലേ. എന്നിട്ട് പറയണ ഇതാണ് ചെറുതെന്ന്. ഇതാണോ ചെറുത്? എന്റെ അമ്മ, ഇതിനെ ചെറുതെന്ന് പറഞ്ഞ അപ്പൊ നമ്മള് വലിയ പടത്തിന് എന്താ പറയുന്നേ? KCB കേരള ദേവസ്വം ദൈവങ്ങളെ കാത്തോളനെ 87.29. KCB പറഞ്ഞു ബ്രോ. KCB ആയിട്ടുള്ള ഡീൽ ഇപ്പോഴും സെറ്റ് ആയിട്ടില്ല. പക്ഷെ കേരള വിഷനെ പറയരുത്, എനിക്കത് ഇഷ്ടമല്ല പ്ലീസ് ബ്രോ. ബ്രോ ആണ് ഇന്നത്തെ കൈനീട്ടം. താങ്ക് യു സോ മച്ച് മുഷാദ് ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ഡേ 12 അല്ല, ഡേ 13. ഡേ 12 ഞാൻ നെറ്റ് പോയോണ്ട് ഹൈഡ് ചെയ്തതാ. അത് ഞാൻ സ്ട്രീം ചെയ്തായിരുന്നു. ഡേ 13 ആണിന്ന് ഗൈസ്. എല്ലാവർക്കും വെൽക്കം സ്ട്രീം. കൊണ വേണ്ട ബ്രോ. അയ്യോ ഞാൻ കൊണ പറയുന്ന സമയത്ത് ബ്രോ എന്നാൽ ലൈവിൽ മാറി പോയി വേറെ ലൈവ് കണ്ടിട്ട് തിരിച്ചു പോവാ ബ്രോ. ഞാൻ വരുന്ന സമയത്ത് കുറച്ച് നേരം എല്ലാവരുടെ അടുത്ത് സംസാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ ലൈവ് എന്നും തുടങ്ങാറുള്ളത്. ഞാനത് ഒരു റൂട്ടീനിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന കാര്യം. പെട്ടെന്ന് ഒരു ദിവസം ഒരാൾ വന്ന് വേണ്ടെന്ന് പറഞ്ഞാൽ ഞാനത് എങ്ങനെ കേൾക്കും? അതെന്തൊരു വർത്താനം അത്. അണ്ണാ ഇന്നത്തെ ഫസ്റ്റ് ഉമ്മ ബ്രോ, താങ്ക് യു സോ മച്ച് 40 റുപ്പീസ് ഉമ്മ ബ്രോ. ശ്രാവൺ പ്രകാശ് താങ്ക് യു സോ മച്ച് 20 ബ്രോ. ഷൈജു പി വർഗീസ് ബ്രോ, താങ്ക് യു സോ മച്ച് മെമ്പർഷിപ്പ് ഗൈസ്. നിങ്ങൾക്ക് സുഖമല്ലേ? എങ്ങനെ പോകണു നിങ്ങളുടെ കാര്യങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ബ്ലൈൻഡ് ജോക്കർ, വെൽക്കം ടു സ്ട്രീം ജോക്കി. വെൽക്കം ടു സ്ട്രീം. എടാ എമ്പുരാന്റെ കണ്ടറാ. ഞാൻ ലൈവിൽ കണ്ട ഉറപ്പായിട്ട് നമുക്ക് സ്ട്രൈക്ക് കിട്ടും. ആക്റ്റീവ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഉണ്ട്. കാണണോ? എന്നാ അത് പറ, നിങ്ങൾ തന്നെ പറ. കാണണോ? ലൈവിലിരുന്ന് കണ്ട ഒരു ആക്റ്റീവ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഓൾറെഡി എനിക്കുണ്ട്. ബൈ ടീച്ചർ ഓൾറെഡി കിടക്കണ ഒരെണ്ണം. അപ്പൊ ഇനി ഒരെണ്ണം അവിടെ കണ്ടിട്ട് ചാനൽ കളയണോ? അണ്ണാ ഓക്കെ ആണോ? അപ്പു കുന്നത്ത് ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ 40 റുപ്പീസ്. കുന്നത്തെന്നാണല്ലേ? ഞാനത് പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി. ഞാൻ ഓക്കെയാണ് ബ്രോ. ഓക്കെ അല്ലേ അപ്പു ബ്രോ? എടാ ഞാൻ വേറെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായതുകൊണ്ട് വരാതിരുന്നതല്ല. ഞാൻ അവളെ കാണാൻ ഒരു ദിവസം പോയി. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പം നെക്സ്റ്റ് മന്താണ് ഡെലിവറി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി കുറച്ച് ദിവസങ്ങളിലൊക്കെ എനിക്ക് അങ്ങനത്തെ ചെറിയ ഗ്യാപ്പുകളൊക്കെ എടുക്കേണ്ടി വരും. നിങ്ങളത് എക്സ്പെക്ട് ചെയ്യണം. മച്ചാനെ ഉമ്മ. വിന്റർ ഗെയിമിംഗ് ബ്രോ, താങ്ക് യു സോ മച്ച് 179. അണ്ണാ നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്, അടിപൊളി വിഷ് തരാം. സെബാൻ ബ്രോ, മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ഇൻ അഡ്വാൻസ്. ഒരു കിടിലം വർഷമായിരിക്കട്ടെ, കിടിലം. പരന്ത് വേലാതെ പോട്ടി കൊണ ഫാൻസ് റിപ്പോർട്ട്. പിന്നെ അല്ല, അത്രേ ഉള്ളൂ. കൊമ്പൻ ഇഷ്യൂ എന്താ? ബസ് വല്ലതും മേടിക്കാനാന്ന് പറഞ്ഞ നീ വല്ല കൊമ്പനെ വെല്ലുവിളിച്ചോ? സത്യം പറ. പിള്ളേരുടെ കൊമ്പൻ ഇഷ്യൂ എന്താന്നൊക്കെ ചോദിക്കുന്നത് പറയാൻ പറ്റത്തില്ല കേട്ടോ. ഇവൻ ബസ് എടുക്കാൻ പോവാന്ന് പറഞ്ഞ് മറ്റേ നിന്നെയൊക്കെ അടിച്ചത് അണ്ണം വരുന്നുണ്ടാന്ന് ചിലപ്പോൾ വല്ല സ്റ്റോറി ഇട്ടിട്ടോ റീൽസ് ഉണ്ടാക്കി ഇട്ടിട്ടുണ്ടാവും ഇവൻ, ഈ വിനീത്. പറയാൻ പറ്റത്തില്ല, ഇവൻ അങ്ങനത്തെ സുഖേടുകളൊക്കെ ഉണ്ട്. എണ്ണം വന്നേ ആകാശ് ബ്രോ, താങ്ക് യു സോ മച്ച് 40 റുപ്പീസ് സൂപ്പർ ചാറ്റ്. എല്ലാവർക്കും വെൽക്കം. എമ്പുരാൻ ഇഷ്യൂ അത് വലിയ ഇഷ്യൂ ആണോ? അത് ആക്ച്വലി അത് വലിയൊരു ഇഷ്യൂ ആണ്. അതായത് എനിക്ക് പൃഥ്വിരാജായിട്ട് ഭയങ്കര ഒരു ഇഷ്യൂ ഉണ്ട് നമുക്കിപ്പോൾ ആക്ച്വലി. കാരണം എന്ന് പറഞ്ഞാൽ ചെറിയ പടം എന്ന് പറഞ്ഞിട്ട് പുള്ളി മറ്റേ എന്തോ വലിയ ഇന്റർനാഷണൽ സാധനം പിടിച്ചു വെച്ചിരിക്കുന്നു. കള്ളം പറഞ്ഞ് നമ്മളെയൊക്കെ പറ്റിച്ച്. അതാണ് നമ്മളെ എമ്പുരാൻ ഇഷ്യൂ എന്ന് പറഞ്ഞത്. മെയിനായിട്ട് ഇപ്പോൾ ഉള്ള എമ്പുരാനുമായിട്ടുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അതാണ്. പുള്ളി നമ്മളോടെല്ലാം കള്ളം പറഞ്ഞ് നമ്മളെ പറ്റിച്ച്, ചെറിയ പടം എന്ന് പറഞ്ഞിട്ട് ഇതാക്കി പറഞ്ഞ് പറ്റിച്ച്. ഈനാ വെച്ച് താങ്ക് യു സോ മച്ച് 40. ആദ്യത്തെ കടി എൻ്റെ വകയാണ്. ഈനാ വെച്ച് താങ്ക് യു സോ മച്ച് 40. സലാമി ബ്രോ, താങ്ക് യു സോ മച്ച് 20 റുപ്പീസ് സൂപ്പർ ചാറ്റ്. അണ്ണാ എൻ്റെ ബർത്ത്ഡേ ആണ്, വിഷ് ചെയ്യണേ. ഷൈജു പി വർഗീസ് ബ്രോ, മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ബ്രോ. വിഷിംഗ് യു എ വണ്ടർഫുൾ ഇയർ, വിഷിംഗ് യു എ വണ്ടർഫുൾ ബർത്ത്ഡേ. വിൻഡോസ് 11 ആക്കാത്ത എന്താ? അയ്യോ, വിൻഡോസ് 11 ഭയങ്കര ശോകമാണ് ബ്രോ. ഗെയിമിങ്ങിന് ഒപ്റ്റിമൈസ്ഡ് വിൻഡോസ് 10 തന്നെയാണ്. വിൻഡോസ് 11 ഭയങ്കര ശരി. ഇപ്പൊ എൻ്റെ അത് പറഞ്ഞപ്പോഴാണ് ബ്ലൂ സ്ക്രീൻ അടിച്ചാൽ ഗൈസ് ചിലപ്പോൾ എൻ്റെ ലൈവ് ഓഫ് ആയി പോകും. പുതിയ റീസൺ അതാണ്. നമ്മുടെ ലൈവ് എൻഡായി പോകുന്നതിൻ്റെ പുതിയ റീസൺ ബ്ലൂ സ്ക്രീൻ അടിക്കുന്നു. PC ഭയങ്കര പ്രശ്നമാണ്. ബ്ലൂ സ്ക്രീൻ അടിച്ചുകൊണ്ടേ ഇരിക്കുക. എൻ്റെ 2025 ആദ്യത്തെ ടെൻഷൻ രാവിലെ തൊട്ട് സ്റ്റാർട്ടായ എണ്ണ. 2025 ആദ്യത്തെ ടെൻഷൻ
അതെന്തായിരിക്കും? 2025 ആദ്യത്തെ ടെൻഷൻ. ആ അതെന്തായാലും ഉടനെ തന്നെ സോൾവ് ചെയ്യാൻ പറ്റട്ടെ. സിനെ ടെൻഷനൊക്കെ മാറും. അളിയ സമയം കളയല്ലേ തുടങ്ങ്. സമയം എങ്ങനെ കളയുന്നേ? എടാ വിനീതേ, സമയം എങ്ങനെ കളയുന്ന? വാച്ച് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തട്ടുവോ? കറക്റ്റാ മതി അല്ലേ? അതെങ്ങനെ ആ കോമഡി എങ്ങനെ ഉണ്ടായിരുന്നു? നൈസ് അല്ലേ? നിന്റെ അച്ഛനോട് ഒരു റൗണ്ട് പറഞ്ഞിട്ടോ വാടാ, അടിയടാ, കൈവക്ക് ഫേസ് ക്യാമി വാ. നീ മറ്റേ അവിടെ ഇരുന്ന് കോപ്രായം കാണിക്കില്ല, നീ ഫേസ് ക്യാമി വാ. നീ ഫേസ് ക്യാമി വന്ന് വേഷം കിട്ടരുത്. അതുപോലെ അണ്ണാ എനിക്ക് രണ്ടിലും വൈറ്റ് ലിസ്റ്റ് കിട്ടി. നാളെ എക്സാം ആണ്. പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് വാടാ. എന്നിട്ട് നീ സിറ്റിയിൽ വന്ന് ഓ സൂര്യാസ് കിച്ചൺ ഇതാരാ പറഞ്ഞൂടെ? ഏടാ എന്റെ ഈ ചെറുക്കന്റെ പേരെന്തുവായിരുന്നു? കില്ലാടി അപ്പൂസ്. നീന്റെ പരീക്ഷ കഴിയുന്നവരെ നിന്നെ സിറ്റിയിൽ എങ്ങനെ കണ്ടാ മുട്ടുകാലം തല്ലി പിടിക്കും. ഒരു സംശയവും ഇല്ല കേട്ടാ. വേറെ ഈസ് ഗുണ്ടബിനു. ആ ഗൈസ് ഞാൻ ഗുണ്ട. നിങ്ങൾ ഗുണ്ടബിനുവിനെ കണ്ടില്ലല്ലേ? ഗുണ്ടബിനുവിന്റെ ഒരു സ്നീക്ക് പീക്ക് വേണേ കാണിച്ചു തരാം. സ്നീക്ക് പീക്ക് മാത്രമുള്ളേ, സ്നീക്ക് പീക്ക് മാത്രമുള്ളേ. ഗുണ്ടബിനുവിന്റെ സ്നീക്ക് പീക്ക് ആണേ. സ്നീക്ക് ധൈര്യമുള്ളവന്മാരൊക്കെ വന്നത്തോട്. അയ്യോ പറഞ്ഞല്ലേ ധൈര്യമുള്ളവരെ കൂടുതൽ വന്നാ നമുക്ക് സെക്യൂരിറ്റി ഉണ്ടോ? മനസ്സിലായ? ധൈര്യമുള്ളവരൊക്കെ വന്ന് അടിയാ. ആ നമുക്ക് പുതിയ ബോഡി ഗാർഡ് ഉണ്ട്. ബോഡി ഗാർഡേ നമ്മള് വെറുതെ വെച്ചിട്ടല്ല, അത്ര കാശിറക്കിയാണ് നമ്മൾ കളിക്കണം. മനസ്സിലായ? നമുക്ക് ബോഡി ഗാർഡ് ഉണ്ട് ഇവിടെ. ഇനി അടിക്കാൻ പറ്റുന്നവരൊക്കെ വാ. അല്ല പിന്നെ നമുക്ക് ഗുണ്ടവിനും ഉണ്ട് ഇവിടെ. അല്ല പിന്നെ ഗുണ്ടവിനെ കണ്ടാ നീയൊക്കെ? വില്ലംബ്ര ഹെയ്ലി ഡിമനുണ്ട് പൊക്കി വരുന്നു. ഞാൻ കേറുന്നുണ്ട്. CM ബസ് ഓടിക്കുന്നത് കണ്ടല്ലോ ബ്രോ, ബുക്ക് ചെയ്തോ? അതൊക്കെ രഹസ്യമാണ്. അതൊക്കെ രഹസ്യമാണ്. ഞങ്ങൾ ഇപ്പോഴും ഒന്നും പുറത്തു വിടത്തില്ല. ഗുൽസർ റമീസ് ബ്രോ, താങ്ക് യു സോ മച്ച് 100 rupees. ഹ്യൂജ് ഫാൻ ബ്രോ. CM ആയിട്ടുള്ള ഇഷ്യൂ TFX മൊടയാണോ? അവനുമായിട്ടുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ബ്രോ, അവന്റെ കയ്യിലിരിപ്പ് ശരിയല്ല. അവൻ കാരണം എനിക്ക് വെളിയിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പൊ. മനസ്സിലായോ? അതാണ് എനിക്ക് അവനുമായിട്ടുള്ള ഇഷ്യൂ. സത്യം പറയാലോ, അവനായിട്ടുള്ള ഇഷ്യൂ എനിക്ക് അതാണ്. എനിക്ക് ഇവന്റെ കുണം കാരണം എനിക്ക് വെളിയിൽ ഇറങ്ങി നടക്കാൻ പറ്റണില്ല. അതാണ് അവനോടുള്ള പ്രശ്നം. അണ്ണാ റീചാർജ് ചെയ്യാൻ ക്യാഷ് ഇല്ല. അതാ ലൈവിൽ വരണേന്നു. ചെയ്യാൻ ക്യാഷ് ഇല്ലായിരുന്നു, അതാ ലൈവ് വരാഞ്ഞ്. ചുണ്ണി ദാനം ചെയ്തവൻ. നമ്മുടെ ചാനലിൽ ഇങ്ങനെ കുറെ പിള്ളേരുണ്ടാ ബ്രോ. എന്നെ കുറിച്ച് ഒന്ന് പൊക്കി പറയാവോ? ABF അലക്സ്. ഞാൻ പറഞ്ഞില്ലേ, ഈ കാശ് തന്നിട്ട് പൊക്കി പറയുന്നവന്മാരൊക്കെ വെറും കുണ്ണകളാ. പറയാതിരിക്കാൻ വയ്യ. അല്ലേടാ? നീ തന്നെ പറ വിനീതേ, അല്ലേ? നിന്നെ പറ്റി ഞാനിപ്പോ പൊക്കി പറയണമെന്നുണ്ടെങ്കിൽ നീ ചെയ്യുന്ന എന്തെങ്കിലും നല്ലത് കണ്ടിട്ടായിരിക്കണം പൊക്കി പറയണം. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ ജനിച്ചതിന് അന്ന് തൊട്ട് എനിക്ക് നിന്നെ പൊക്കി പറയാൻ പോയിട്ട് നിന്നെ കാണുമ്പോഴേ ഇങ്ങനെ വാരി പൊത്താൻ തോന്നും. അത് എന്തുവാന്നറിയാലോ? മുഖത്തിങ്ങനെ പൊത്തി തരാൻ തോന്നുന്നു എനിക്ക്. ഡ്രീമർ ഗെയിമിംഗ് ഗജമുഖനെ കണ്ട കളിയാന്ന്. ഡ്രീമർ ഗെയിമിംഗ് എന്ന് പറയുന്ന ഒരു പയ്യൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നായിരുന്നു. എന്നിട്ട് കൂടുതൽ വരെ പോയി പപ്സ് മേടിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞ് ഒരു ഗജമുഖൻ എന്ന് പറഞ്ഞ ഒരു ഓട്ടോക്കാരൻ ചേട്ടനെ കൊണ്ടുപോയി വണ്ടി ഇടിച്ച്. അവിടുന്ന് എന്തൊക്കെയോ പ്രശ്നമായിട്ട് അളിയനെ ഒരു 2 മണിക്കൂർ കണ്ടില്ല. 2 മണിക്കൂറിന് ശേഷം മുടന്തി വീട്ടിൽ വന്നിട്ട് പറഞ്ഞ് എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായ അളിയ ഞാൻ കയറി പൊട്ടിച്ചെന്ന്. ആരാ പൊട്ടിച്ചെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അന്ന് തൊട്ട് ഗജമുഖനെ കണ്ടോന്ന് പറഞ്ഞ് നടക്കുകയാണ്. പുള്ളിക്ക് മെന്റലി എന്തോ പറ്റി. അവന് മെന്റലി എന്തോ ഒരു സംഭവം അടിച്ചിട്ടുണ്ട്. മനസ്സിലായ? സീരിയസ് ആയിട്ട് അവന് എന്തോ പറ്റി പയ്യന്. ഗുണ്ടബിനു അണ്ടിമുക്ക് ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റ് റിപ്പോർട്ട് ചെയ്യുന്നു. ഈനാമേച്ചി അണ്ണ ഒരു ഹെൽപ്പ് ചെയ്യാമോ? എനിക്കൊരു ആക്സിഡന്റ് പറ്റി, ഫോൺ പൊട്ടി. എനിക്ക് ജൂണിലാണ് അണ്ണ CMA എക്സാം. എനിക്ക് ക്ലാസ്സിന് പോകാൻ പറ്റില്ല. അണ്ണനെ കൊണ്ട് ഫോണില്ല അണ്ണ, അതുകൊണ്ട് ഫോൺ ഇല്ലാതെ പറ്റില്ല. ഡിസ്പ്ലേ ഒന്ന് ശരിയാക്കാൻ ഹെൽപ്പ് ചെയ്യാവോ? 200 രൂപ നീ അയച്ചു തന്ന്. എടാ ജെനുവിൻ ആണെങ്കിൽ നിനക്ക് എക്സാമിന് പോകാനാണെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാം. ഉറപ്പായിട്ട് ഡു കോണ്ടാക്ട് മൈ മോഡറേറ്റേഴ്സ് ബ്രോ, ഫോർ ഷുവർ.
വിനീത ഡീറ്റെയിൽസ് അറിയാൻ പയ്യന്റെ ഹിഷാമിസ് ബ്രോ ഗെയിം മീറ്റിംഗ് താങ്ക് യു സോ മച്ച് 20 PBA മോഡ്സ് താങ്ക് യു സോ മച്ച് ഫോർ ദ 20 റുപ്പീസ് സൂപ്പർ ചാറ്റ്. അപ്പം നമുക്ക് ഇനി അധികം കൊണയൊന്നും പറയണം, നമുക്ക് സിറ്റി കയറാം, അതല്ലേ നല്ലത് ഗൈസ്. 9:58 10 മണിയോടുകൂടി നമ്മുടെ കൊണ അവസാനിപ്പിക്കണം. എമ്പുരാൻ ടീസർ കണ്ടു. ഒരു മിനിറ്റ്, ഇത് നമ്മൾ പൊട്ടിച്ചായിരുന്നു. അപ്പൊ നമുക്കധികം കൊണയൊന്നും പറയാണ്ട് നമ്മള് എന്നെ പറ്റി ഒന്ന് പൊക്കി പറയാമോ? പവർ ആവട്ടെ കുട്ടിച്ചാത്തൻ. ഞാൻ പറഞ്ഞല്ലോടാ, ഈ പൊക്കി പറയാൻ പറഞ്ഞ സൂപ്പർ ചാറ്റ് ചെയ്യുന്നവന്മാരെ ഒന്നും എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ, സത്യം പറയാം. ഈഗിൾ ബ്രോ വില്ലം ബ്രോ ഹാപ്പിയാണോ? ഞാൻ ഹാപ്പിയാണ്. വില്ലം ബ്രോ ഹാപ്പിയാണോ എന്ന് അറിയത്തില്ല. വില്ലം ബ്രോ ഹാപ്പിയാണോ? വില്ലം ബ്രോ ഹാപ്പിയാണ്. കണ്ണാപ്പി ഇഷ്യൂ, അവ ഒരു കുണ്ണയായോണ്ട് അവനോട് ഡെയിലി ഇഷ്യൂ ആണ് എനിക്ക്. വാസു സുഖമല്ലേ? ലോട്ട്സ് ഓഫ് ലവ്. ആഷിഫ് ബ്രോ സുഖം. അണ്ണ TV-യിൽ കയറ്റിയോ ഡ്രീമാണ് എൻ്റെ ആഗ്രഹമാണ്. എടാ ഞാനൊരു എക്സാമ്പിൾ ചോദിക്കട്ടെ. വിരാട് കോഹ്ലിയുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ അടിയിൽ പോയിട്ട് എന്നെ ഇന്ത്യൻ ടീമിൽ എടുക്കുമോ ചേട്ടാ എന്ന് പറയണത് പോലെയാണ് നീ എന്നോട് ഇപ്പോൾ അത് ചോദിക്കുന്നത്. എനിക്ക് ഒറ്റയ്ക്ക് ഒന്നും ഡിസൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങളൊരു അഡ്മിൻ പാനലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ ഈ പിള്ളേരെ ഒന്നും മാനേജ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. നമ്മൾ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുക. ഉള്ള ആൾക്കാരെ പുറത്താക്കാനുള്ളൊരു പരിപാടിയിലാണ് ഞങ്ങൾ. സിനൻ്റെ സൂപ്പർ ചാറ്റ് മിസ് ചെയ്തെന്നോ? സിനൻ എന്താ സൂപ്പർ ചാറ്റ് ചെയ്തേ? സിനൻ രാവിലെ സാമാനം പൊങ്ങി നിൽക്കുന്ന ടൈമിൽ ഞാൻ മതിലിൽ ചെന്ന് ഇടിച്ചപ്പോൾ ആദ്യം മതിൽ തട്ടിയത് എൻ്റെ മൂക്കാണ് അണ്ണാന്നോ? രാവിലെ സാമാനം പൊങ്ങി നിൽക്കുന്ന ടൈമിൽ ഞാൻ മതിലിൽ ചെന്ന് ഇടിച്ചപ്പോൾ ആദ്യം മതിൽ തട്ടിയത് എൻ്റെ മൂക്കിലാണ് അണ്ണ. എടാ മനസ്സിലായില്ലേ എന്തുവാന്ന്? നിനക്ക് മനസ്സിലായോ? നിന്റെ പോലത്തെ സെയിം സാധനമാണ് അവന് വന്ന്, മനസ്സിലായോ? അവന്റെ മൂക്കിന്റെ അത്രയും പോലും നീളമില്ലെന്ന് അവന്. എനിക്കിപ്പോഴാ മനസ്സിലായോ. വിനീതിന്റെ കാര്യം വെച്ചത് റിലേറ്റബിൾ ആട്ടാ, റിലേറ്റബിൾ ആണ്. വിനീതിന് ഈ സെയിം സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ കട്ടിലെന്ന് പറഞ്ഞു വീണപ്പോ ആദ്യം മൂക്കാണ് ഇടിച്ചത്. വിനീതന്റെ മനസ്സിലായോ? വിനീതിന്റെ മൂക്ക് ആദ്യം താഴെ ഇടിച്ചു. ഞങ്ങള് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്, ഒന്നും പറ്റിയിട്ടില്ല. ഗെയിമിംഗ് ബ്രോ താങ്ക് യു സോ മച്ച് 20. അണ്ണനെ പറ്റി പറയാനാ അണ്ണ പറഞ്ഞ ടൈപ്പ് കുട്ടിച്ചാത്ത. എന്നെ പറ്റിയോ? എടാ വിനീത എന്നെ പറ്റി, വില്ലം ബ്രോ എന്നെ പറ്റി ഒന്ന് പൊക്കി പറഞ്ഞു. വില്ലം ബ്രോ ഇത് സ്റ്റക്കായി കേട്ടോ. ഓക്കെ വില്ലം ബ്രോ എന്നെ ഒന്ന് പൊക്കി പറഞ്ഞു. വില്ലം ബ്രോ എന്നെ ഒന്ന് പൊക്കി പറഞ്ഞേ. നാളെ ഉണ്ടല്ലോ, ഞാൻ നാളെ പൊക്കി പറയും. ഞാൻ നിന്റെ ലൈവിൽ തന്നെ അതിവിടെ പറയരുത്. അതെങ്ങനെ ഇപ്പൊ ഇവിടെ വന്നേ? അത് മിനിമൈസ് ചെയ്താ, അറിയാതെ മിനിമൈസ് ആയി പോയതാ, കൈ തട്ടി മിനിമൈസ് ആയതാ. ഞാനാണ് സത്യം. ഇത് ക്ലോസ് ചെയ്യും. ഇത് എവിടെയാ ക്ലോസ് ചെയ്യുന്നത്? പൊക്കി പറയല്ലോ, വേറെ ഫോട്ടോ ഞാൻ പൊക്കും. അത് ഫ്ലെക്സിങ് കേട്ടത്, അത് ഫ്ലെക്സിങ്. ഞാനൊരു ചെറിയൊരു ഡിസിഷൻ ചേഞ്ച് ഉണ്ട്. അതായത് വില്ലം ബ്രോയ്ക്ക് ജിമ്മിൽ പോകണമെന്ന് ഭയങ്കര നിർബന്ധം. എനിക്ക് മാത്രമല്ല, നിനക്കും. എനിക്കോ? നിനക്ക് പോണ്ടേ? വില്ലം ബ്രോ ഞാൻ വയറൊന്ന് കാണിച്ചവരെ ഇങ്ങനെ നിങ്ങൾക്ക് ഇവിടെ ഇവന്റെ പകുതി കാണാത്തോണ്ടാണ്. ഇവന്റെ ഡെസ്ക് വെച്ചേക്കാണ് വയറ്. അയ്യോ, അത് വില്ലം ബ്രോയ്ക്ക് എന്താ ഭയങ്കര നിർബന്ധം ഗൈസ്, ജിമ്മിൽ പോണം. അത് കൂടെ ഞാനും വന്നേ പറ്റുള്ളൂ. അപ്പൊ പിന്നെ ഒരു 2 ദിവസം ചലഞ്ചൊന്നും ഇല്ല കേട്ടോ, 2 ദിവസം പുള്ളിയുടെ കൂടെ ഒന്ന് ജിമ്മിൽ പോവാന്ന് വിചാരിച്ചേട്ടാ. 2 ദിവസം എന്താ വില്ലം ബ്രോയുടെ കൂടെ ജിമ്മിലൊക്കെ പോയി ഒന്ന് സെറ്റാക്കാന്ന് വിചാരിച്ചു. കാരണം എന്താന്ന് പറയാ, കഴിഞ്ഞ ദിവസം ഞാൻ അവളെ കാണാൻ വേണ്ടി പോയപ്പം ഞങ്ങൾ രണ്ടുകൂടെ ഒരു ഫോട്ടോ എടുക്കാൻ നേരം അവിടെ നിന്ന് ഇവര് ചോദിക്കുകയാണ്, നിങ്ങളിൽ ആരാണ് പ്രഗ്നന്റ് എന്ന്. മനസ്സിലായടാ, എന്റെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ട്. എനിക്കിപ്പോ അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യണേ. എനിക്ക് അത്രയും വയറായി. എനിക്ക് ഇരുന്ന് തിന്ന് ഇരുന്ന്, അതും വീട്ടിൽ വന്നപ്പം മമ്മിയുടെ ദുബായ് പോയത് മമ്മിയുടെ ഫുഡ് മിസ് ചെയ്ത് ഇരുന്ന് തീറ്റി. ഇത് സംശയം ഇതായി പോയി. അതുകൊണ്ട് മതി. സൂപ്പർ ചാറ്റ് വായിച്ചിട്ട് നമുക്ക് സിറ്റി കയറാം. ജിതീഷ് ബ്രോ താങ്ക് യു സോ മച്ച്. അണ്ണ വെയിറ്റിംഗ് ഫോർ വാസു ഹെയ്ലി ലവ് സ്റ്റോറി വാഹാന്നോ? വാസു ഹെയ്ലി ഉണ്ടാവത്തില്ല, നമുക്ക് മറ്റേതായിരിക്കും ഉണ്ടാവും. മറ്റേതെന്ന് പറഞ്ഞാൽ വേലു. അണ്ണ
പറയാ CPR പഴയ CPR മിസ് ചെയ്യുന്നു ഓർക്കം കൊണ്ട് കൊടുക്കാവോ കൊടുക്കാം പിന്നെ മിസ്സിംഗ് ഓൾഡ് വാല സ്ട്രീംസ് ഹൃതിക് രാജീവ് ബ്രോ നമ്മളിപ്പോ PUBG കളിക്കുന്നോണ്ടാണ് അപ്പൊ guys, നമുക്ക് സിറ്റി കയറാം 10K വാച്ചിങ് ദ സ്ട്രീം ഗൈസ് എല്ലാവരും ഡു ലൈക്ക് ദ സ്ട്രീം